ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ നയന അവാർഡ് വാങ്ങിക്കാൻ പോകാനൊക്കെ നിരസിച്ച് നിൽക്കുകയാണ് കേട്ടോ. ദേവയാനിയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവാതെ പോവില്ലെന്നും ദേവയാനിയാണോ ഇതിനൊക്കെ പുറകിലെന്നും നയനയ്ക്കറിയണം. അതിനു വേണ്ടിയിട്ടാണ് നയന അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇതിനൊക്കെ ശേഷം ദേവയാനിയും നയനയും ഒന്നാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും ജാനകിക്കും അനാമികയ്ക്കും ഒക്കെ അങ്ങ് ദേഷ്യമാവുകയാണ്. അങ്ങനെ ജാനകി മുത്തശ്ശനോട് സ്വത്തൊക്കെ ചോദിക്കുകയാണ്. ഭാഗം വയ്ക്കാനൊക്കെ ജാനകി പറയുമ്പം മുത്തശ്ശനൊരു അപകടവും സംഭവിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന പറയുന്നുണ്ട്, ഞാൻ ഈ അവാർഡ് വാങ്ങില്ല എന്ന് പറയാണ്. ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടും നയന അതനുസരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ദേവയാനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആകുകയാണ്. ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഈ അവാർഡ് ഏർപ്പാട് ചെയ്തത്, എന്നിട്ടും അവളിത് വാങ്ങാൻ തയ്യാറാകുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യുക? ആൻമരിയോടും മറ്റുള്ളവരോടും ഒക്കെ ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ആദർശിനോട് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് അവൾ അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ ഇപ്പോൾ അവളുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായി. അമ്മ അവളെ ഒന്ന് അഭിനന്ദിക്കുകയോ അമ്മ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അവളുടെ ഈ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാണ് ദേവയാനി, നീ ഇത്രയും വലിയൊരു അവാർഡ് അവൾക്ക് കിട്ടിയിട്ടും അവളെ ഒന്ന് അഭിനന്ദിച്ചിട്ടുണ്ടോ? നിനക്ക് അവളെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്താൽ എന്താ? അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും അവഗണിക്കുമ്പോൾ അവൾ ഈ അവാർഡ് വാങ്ങിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല എന്ന് പറയാണ്. അതേസമയം ദേവയാനിയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് നയന. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനിനി അവാർഡ് വാങ്ങിക്കുന്നതിന് അവളെ അഭിനന്ദിക്കാത്തതിന് അവൾ അവാർഡ് വാങ്ങാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ദേവയാനി നയനയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഇനി എന്താ പറയേണ്ടത്? നീ പോയി ഈ അവാർഡ് വാങ്ങണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എൻ്റെ കൂട്ടുകാരിയുടെ മകളാണ് ആൻമരിയ. അവർ ഏർപ്പാട് ചെയ്ത ഒരു അവാർഡാണിത്. അതപ്പോൾ നിരസിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് കൂടി നാണക്കേടാവും. മാത്രവുമല്ല, ഈ മൂർത്തീസ് ജ്വല്ലറിയിൽ എല്ലാവർക്കും നാണക്കേടാവും. അതുകൊണ്ട് നീ അവാർഡ് വാങ്ങണം. അതിനിപ്പിനി ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം നയന പറയാണ്, നിങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് എനിക്കൊരു സപ്പോർട്ട് തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവാർഡ് കൂടി കിട്ടിയത് അർഹതയില്ലാത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണെന്ന് പറയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അല്ല, ഇത് നീ അർഹിക്കുന്നത് തന്നെയാണ്. കാര്യം നിന്നോട് എനിക്ക് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും നിൻ്റെ ഡിസൈനുകളൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ഡിസൈനർ ഓഫ് ദ ഇയർ അവാർഡ് നീ അർഹിക്കുന്നത് തന്നെയാണ്. ഞാനത് അംഗീകരിച്ച കാര്യമാണ്. നീ നാളെ അവാർഡ് വാങ്ങാൻ അവിടെ പോകണം എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു കണ്ടീഷനുണ്ട്. ഈ അവാർഡ് വാങ്ങാൻ ഞാൻ പോകുമ്പം അമ്മയും അവിടെ എൻ്റെ ഒപ്പം വരണം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരി, ഇനി ഞാൻ വരാത്തതിന് നീ വിഷമിക്കുക പോകാതിരിക്കുകയൊന്നും വേണ്ട. അവാർഡ് വാങ്ങാൻ നീ പോവുക തന്നെ ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ ദേവയാനി കൂടി പോവുകയാണ് കേട്ടോ നയനയുടെ കൂടെ അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലേക്ക്. ദേവയാനിയാണെങ്കിൽ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ആ സാരി, നയനയെ ആദർശം കൂടി വാങ്ങിക്കൊടുത്ത ആ സാരി, അതൊക്കെ ഉടുത്തിട്ടാണ് പോകുന്നത്. അപ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. നയന മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്മ എന്നെ ശരിക്കും സ്നേഹിക്കുന്നൊക്കെയുണ്ട്. ഇതൊക്കെ വെറും അഭിനയമാണ്. ഈ അവാർഡ് ഏർപ്പാട് ചെയ്തതിൻ്റെ പിറകിൽ അമ്മ തന്നെയാണ്, അതിൽ സംശയമില്ല. ഞാനും ആദർശേട്ടനും വാങ്ങിക്കൊടുത്ത ആ സാരി കൊടുത്താണല്ലോ അമ്മ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവാർഡ് ദാന ചടങ്ങിന് പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സ്റ്റേജിൽ വെച്ച് നയനയ്ക്ക് അവാർഡ് കൊടുക്കാനായിട്ട് വിളിക്കുന്നത് ദേവയാനിയാണ്. അപ്പോൾ ദേവയാനി ഭയങ്കര സന്തോഷത്തോടു കൂടി കയറി ചെല്ലുകയാണ്. അപ്പോൾ ദേവയാനി ഈ അവാർഡ് കൊടുക്കാനായിട്ട് ചെല്ലുന്ന കാണുമ്പം നയനി ആകെപ്പാടെ അത്ഭുതപ്പെടുകയാണ്. അമ്മയോ, അമ്മയ്ക്ക് ഇതിനൊക്കെ ആവുമോ എന്ന് നയന ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ നയനയ്ക്ക് ആ അവാർഡ് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് ദേവയാനി. അതിൻ്റെ കൂടെ തന്നെ നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ആ ഡിസൈനിലുള്ള മാല കൂടി ദേവയാനി സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നയനയുടെ കണ്ണ് നിറയാണ്. നയനയ്ക്ക് അത്ഭുതം തോന്നുകയാണ്. അപ്പം നയന ചോദിക്കുകയാണ്, അമ്മയായിരുന്നു ഇതിനെല്ലാം പിറകിലല്ലേ? ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ്, ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ നവ്യേച്ചിയോട് പറയുന്നത് കേട്ട് അമ്മ അതുപോലൊരെണ്ണം തന്നെ ഇവിടെ ഉണ്ടാക്കിച്ചല്ലോ. അമ്മ തന്നെയായിരുന്നു എല്ലാത്തിനും പുറകിൽ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അതെ, ഞാനായിരുന്നു. ഞാൻ നിന്നോട് പരിഭവമൊക്കെ കാണിച്ചെങ്കിലും എനിക്ക് നിന്നൊരു സ്നേഹമാണ്. നീയാണ് എനിക്ക് കരൾ തന്നതെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു.
മാത്രമല്ല നിന്നെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നീയായിരുന്നു ശരിയെന്നുള്ള വിവരം എനിക്ക് അത് കഴിഞ്ഞാണ് മനസ്സിലായത് മോളെ. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വെറുക്കില്ല. എല്ലാവരുടെയും മുമ്പിൽ നിന്നെ ചേർത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞ് ആ വേദിയിൽ വെച്ച് നയനയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുകയാണ് കേട്ടോ അനന്തപുരിയിൽ. അസൂയ കൂട്ടങ്ങളെല്ലാം കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ്. അനാമിക പറയാണ് ജലജയോടും ജാനകിയോടുമായിട്ട്, കണ്ടില്ലേ വല്യമ്മ കാണിച്ചത് കണ്ടില്ലേ, അവൾക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിന് കാണാൻ പോയിരിക്കുന്നു. കാണാൻ പോയത് മാത്രമോ, സ്റ്റേജിൽ കയറി അവാർഡ് കൊടുത്തെന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തെന്നും ഒക്കെ കണ്ടില്ലേ. എന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ പോയാൽ എന്താവും നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലായോ? അപ്പോൾ ജലജ പറയാണ്, ശരിയാണ്, ഏടത്തേക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നയനേന്നും അവളുടെ വീട്ടുകാരെന്നും ഒക്കെ പറയുമ്പം കടിച്ചു തിന്നാൻ വന്നുകൊണ്ടിരുന്ന ഏടത്തി ഓരോരോ കാര്യത്തിലും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കൺമുമ്പിൽ അഭിനയിക്കുകയായിരുന്നു ഏടത്തി. എന്നിട്ട് അവക്കും അവളുടെ അനിയത്തി നന്ദുവിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു ഏടത്തി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ എന്ന് പറയാണ് ജലജ. അപ്പോഴേക്കും ജാനകിയും പറയാ, ശരിയാ, ആ നന്ദു അനാമിക മോളുടെ വീട്ടിൽ കയറി അവളുടെ അച്ഛനെയും അമ്മയും തല്ലിയെന്ന് പറഞ്ഞപ്പം ഏടത്തി എന്നോട് പറയാണ് അത് അവർ ചെയ്തത് ന്യായമാണെന്ന്. അനാമികയെ കള്ളക്കേസിൽ കുടുക്കിയത് വേണുവും രേവതിയും കൂടി തന്നെയാണ്. അതുകൊണ്ട് അവരർഹിക്കുന്ന അടി തന്നെയാണ് കിട്ടിയതെന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നയനയ്ക്ക് ഇതിൽ പങ്കുണ്ട്, അവൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാണ്, ഇവളുമാർക്കൊക്കെ അഹങ്കാരം കൂടുതലാണെന്ന് പറഞ്ഞപ്പം ഏടത്തി പറയാണ്, അങ്ങനൊന്നും ഒന്നും കാണാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത് ജാനകിന്ന്. അപ്പോൾ നന്ദുവിനെ ഏടത്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്താ ഏടത്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ഞാൻ വിചാരിച്ചു. നേരത്തെ സമയമായിരുന്നെങ്കിൽ അവിടെ ചെന്ന് അവളുമാരെ നന്നായിട്ട് പറഞ്ഞേനെ. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ അനാമിക പറയാണ്, എന്ത് കാണാനാ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അല്ലേലും വല്യമ്മയ്ക്ക് പ്രിയപ്പെട്ടത് വല്യമ്മയുടെ മോൻ ആദർശ് തന്നെയാണ്. ആദർശിൻ്റെ ഭാര്യയാണ് നയന. അവളും വല്യമ്മയ്ക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഈ സ്വത്തുക്കൾ മുഴുവൻ ആദർശിൻ്റെയും നയനയുടെയും പേരിൽ തന്നെ വരണമെന്നാണ് വല്യമ്മയുടെ ആഗ്രഹം. ഇപ്പോൾ തൻ്റെ കമ്പനിയിലെ MD ആദർശേട്ടൻ, അവളുടെ ഭാര്യ അവിടുത്തെ ചീഫ് ഡിസൈനർ. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഇനി നമ്മളെന്ത് പ്രതീക്ഷിക്കാനാ? മുത്തശ്ശനും മുത്തശ്ശിയുമാണെങ്കിലും എല്ലാം ആദർശനും നയനയ്ക്കും അവർക്കുണ്ടാകുന്ന കുട്ടിക്കും എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജലജ പറയാണ്, അത് ശരി തന്നെയാ, അബിയെ ഒഴിവാക്കിയ മട്ട് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ അബിയെ ഒഴിവാക്കി വച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പം അനിയുടെ കാര്യമാണ്. അവന് 2 കമ്പനികളുടെ അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അനാമിക മോളെ ഒന്നിലും അടുപ്പിക്കുന്നില്ലല്ലോ. എല്ലാം നയനയുടെ കൈകളിൽ കൂടിയല്ലേ പോകുന്നത്. ഇനിയിപ്പം ഏടത്തി കൂടി അവളെ സ്നേഹിച്ച് കൂടെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം ആയി. ഏടത്തിക്ക് ഈ സ്വത്തും പണവും എല്ലാം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. സ്വന്തം മകനും മകൻ്റെ ഭാര്യയ്ക്കും. മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കുന്നില്ല, അഥവാ പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ജലജയും. അപ്പം ജാനകി പറയാണ്, ഞാനതിന് സമ്മതിക്കില്ല. എൻ്റെ മകൻ അനിക്കും അനാമിക മോക്കും ഈ വീട്ടിൽ കിട്ടേണ്ട അവകാശം എല്ലാം കിട്ടിയിരിക്കണം. അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഏതച്ഛനും അമ്മയും പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അന്യായമാണ്. അബിയെ ഒഴിവാക്കിയത് അവൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഉഴപ്പുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാലും അവനർഹിക്കുന്നതും കിട്ടണ്ടേ? പിന്നെ അതുപോലെ അനി അവൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ആദർശ് പറയുന്നതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അനി ജീവിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ അനിക്ക് ഈ സ്വത്തിന് അവകാശം ഇല്ലാത്തത്? അനിക്കും അവൻ്റെ ഭാര്യയായ അനാമികയ്ക്കും വേണ്ടത് കിട്ടണം. അത് ഞാൻ ചോദിച്ച് മേടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ജലജ പറയാണ്, അങ്ങനെ വേണം ജാനകി, നീ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം. എനിക്കിവിടെ ഇത് പറയാനുള്ള വോയിസ് ഇല്ല, അല്ലെങ്കിൽ ഞാനിതൊന്ന് പൊട്ടിച്ചു കൊടുത്തേനെ. നിനക്ക് പക്ഷേയുണ്ട്. നിന്റെ മകൻ അനി കല്യാണം കഴിച്ചതാ. അവൻ്റെ ഭാര്യയാണ് അനാമിക. അവൾക്ക് ഈ വീട്ടിലെ സ്വത്തിനും പണത്തിനും എല്ലാം അവകാശമുണ്ട്. നമ്മൾ ഒന്നിച്ചു നിന്നില്ലേ ഇനി കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ വീട്ടിലെ അനന്തമൂർത്തി ജ്വല്ലറിയും അതുപോലെ ഇവിടുത്തെ സ്വത്തുകളും മുഴുവൻ ആ നയനയും ആദർശം കൂടി അങ്ങ് വിഴുങ്ങും. പിന്നെ നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട വെറും കാഴ്ചക്കാരാകും ജാനകി. നീ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നീ അച്ഛനോടും അമ്മയോടും ഇതിനെക്കുറിച്ച് പറയണം. സ്വത്തുക്കൾ ഭാഗം വെച്ച് ഉള്ളതെല്ലാവർക്കും തന്നേക്കാൻ പറ. അതിലൊരു വീതം ആദർശനും നയനയ്ക്ക് പോട്ടെ, ബാക്കി നമുക്കും കിട്ടണ്ടേ? അത് നീ പറയണം. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുകയാണ് ജലജ. അപ്പോൾ അനാമികയും പറയാണ്, അതെ, ഇത് വേണ്ടതാ.
അല്ലാതെ കൂടുതലൊന്നും നമുക്കാർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. പക്ഷേ 3ആയിട്ട് ഭാഗിച്ച് അതിലൊരു വീതമെങ്കിലും നമുക്ക് കിട്ടണ്ടേ? അനിക്ക് കിട്ടണം. അനിയുടെ സ്വത്ത് എനിക്കും അവകാശമുള്ളതാ. അനി എന്നെ അവഗണിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ സ്വത്തുക്കളെങ്കിലും എനിക്ക് കിട്ടണ്ടേ? എൻ്റേതായ അവകാശങ്ങൾ എനിക്കുമില്ലേ? അങ്ങനെ മുഴുവൻ നയനയും ആദർശവും മാത്രം കൊണ്ടുപോയാൽ മതിയോ അമ്മേ? അപ്പോൾ ജാനകി പറയാണ്, ശരിയാ, ഇക്കാര്യം ഞാൻ ചോദിച്ച് ഇതിനൊരു തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാക്കും. അപ്പം ജലജ പറയാണ്, നമ്മൾ 3 പേരും ഒന്നിച്ച് നിൽക്കണം. ഒരേ ആവശ്യമുള്ളവരാ നമ്മൾ. അതുകൊണ്ട് ഒന്നിച്ച് നിന്നാൽ മാത്രമേ ആ നയനയെ പുറത്ത് ചാടിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഏടത്തി കൂടി അവളുടെ കൂടെ ചാടിയിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ഒന്നിച്ച് തന്നെ നിൽക്കണം എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് നയനയും ദേവയാനിയും ഒക്കെ. അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുകയാണ് ഇവർ 3 പേരും കൂടി. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ആഹാ, പരിപാടിയൊക്കെ നല്ല ഗംഭീരമായിരുന്നല്ലേ ഏടത്തി, ഞങ്ങൾ വിഷ്വൽസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ദേവയാനി പറയാണ്, ദൈവം സഹായിച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ദൈവം സഹായിച്ചോ? ഏടത്തി സഹായിച്ചല്ലേ ഇവക്ക് ഈ അവാർഡ് കിട്ടിയത്. മരുമോളെ 4 പേരുടെ മുമ്പിൽ എഴുന്നള്ളിച്ച് പൊക്കിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി ഏടത്തി തന്നെ ഒപ്പിച്ചതല്ലേ ഇത്. എന്തെല്ലാം ഏടത്തി പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ടിപ്പോൾ അതൊക്കെ മാറിയോ? മരുമോളോട് ഭയങ്കര ഇഷ്ടമായല്ലോ. അവാർഡ് കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തില്ലേ? അപ്പോഴേക്കും ഉടനെ തന്നെ ജാനകിയും പറയാ, ശരിയാ ഏടത്തി, എന്നാലും ഇത്രയും മാറിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവള് ഇത്രയധികം അങ്ങ് ഏടത്തി സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അതെന്താ ജാനകി, എനിക്ക് നയനയെ സ്നേഹിക്കാമല്ലേ? എൻ്റെ മോൻ ആദർശിൻ്റെ ഭാര്യയാണ് നയന. എനിക്ക് നയനയോട് മാത്രമല്ല നിൻ്റെ മരുമോള് അനാമികയോടും ജലജയുടെ മരുമോള് നവ്യയോടുമൊക്കെ സ്നേഹം തന്നെയാണ്. എല്ലാവരെയും ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. നീയല്ലേ വന്ന സമയത്ത് നയനയെ ഒരുപാട് സ്നേഹിച്ചത് ജാനകി. അന്ന് ഞാൻ എതിർത്ത് നിന്നപ്പോഴും നയനയെ ചേർത്ത് നിർത്തിയത് നീയല്ലേ. ഇപ്പം എന്താ നിനക്ക് ഇത്ര ശത്രുത? നിൻ്റെ മരുമകള് അനാമിക വന്നപ്പം നിനക്ക് നയനയോട് ദേഷ്യമായി അല്ലേ? അപ്പം ജാനകി പറയാണ്, അങ്ങനെയൊന്നും അല്ല. അത് കഴിഞ്ഞാണ് അവളുമാരുടെയൊക്കെ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ആ നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കയറ്റി വിടാൻ പോവാന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് ദേഷ്യമായത്. ഇവിടുത്തെ സ്വത്തുക്കൾ മാത്രം മോഹിച്ച് വന്നവരാ ആ ഗോവിന്ദൻ്റെ മക്കള്. അതുകൊണ്ട് അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയപ്പം ഞാൻ പിന്മാറി. പക്ഷേ ഏടത്തി ഇപ്പം എന്ത് കണ്ടിട്ടാണാവോ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്. ഞങ്ങളെയെല്ലാം ഒറ്റപ്പെടുത്താൻ വേണ്ടി ഏടത്തി മരുമോളെ ചേർത്ത് നിർത്തി. ഇനിയിപ്പം അനന്തപുരി തറവാടും കൂടി അങ്ങ് എഴുതി വാങ്ങിയ എല്ലാം ശുഭമായി. ആദർശനും നയനിക്കും ഏടത്തേക്കുമൊക്കെ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം. ഞങ്ങളെല്ലാം അല്ലെങ്കിലും പുറമ്പോക്കുകളാണല്ലോ. അപ്പോൾ ദേവയാനി പറയാണ്, എന്താ ജാനകി ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? ഞാൻ ഈ സ്വത്തുക്കൾ മുഴുവൻ കയ്യേറാൻ പോവുകയാണെന്നാണോ? നീ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലാതെ ഒരു ചില്ലിക്കാശിൻ്റെ ആവശ്യവും എനിക്കില്ല. ഞാൻ അങ്ങനെ അനന്തപുരിയിലെ സ്വത്തുക്കൾ മൊത്തം കൈയടക്കണമെന്നോ കൈയേറണമെന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല ജാനകി എന്ന് പറയുകയാണ്. അതേസമയം നല്ല ദേഷ്യത്തിലാണ് ജാനകി കേട്ടോ. ജാനകിക്ക് ടെൻഷനാണ് ആകെ മൊത്തം ഈ സ്വത്തെല്ലാം കിട്ടുമോ കാര്യത്തിൽ. അങ്ങനെ വൈകിട്ട് റൂമിലെത്തുമ്പോഴേക്കും ജാനകി ആകെപ്പാടെ മൂഡ് ഓഫായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പോകാതെ മുഖം വെറുപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അജയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ജാനകി, നീ എന്താ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? എനിക്കൊരു വയ്യായികയില്ല അജയേട്ടാ. ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാ. അപ്പോഴേക്കും ഉടനെ അജയൻ ചോദിക്കുക, എന്താ നിനക്ക് ഇഷ്ടപ്പെടാത്തത്? ഓ, ഏടത്തി പോയി നയനയ്ക്ക് അവാർഡ് കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അവർ രണ്ടും കൂടെ സ്നേഹിക്കുന്നത് കണ്ടപ്പം നിനക്ക് കുശുമ്പ് തോന്നുന്നുണ്ടോ? അപ്പോൾ ജാനകി പറയാം, എനിക്കെന്തിനാ കുശുമ്പ്? എനിക്ക് അവളോടൊന്നും കുശുമ്പൊന്നുമില്ല. വേറെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പം എൻ്റെ മനസ്സിലൊരു നീറ്റൽ, അതാണ്. അതെന്തിനാ ജാനകി നീറുന്നത്? ഇപ്പം എന്താ പ്രത്യേകിച്ചൊരു പ്രശ്നം? നിനക്ക് നയനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. ഹോ, നയന ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ നയനെക്കുറിച്ചൊന്നും അല്ല ആലോചിച്ചത്. ഞാൻ ആലോചിച്ചത് നമ്മുടെ മോൻ അനിയെയും അവൻ്റെ ഭാര്യ അനാമികയും കുറിച്ചാണ്. ഓ, എന്താ ഇപ്പം അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ആലോചിക്കാൻ? എപ്പോഴും അവർ രണ്ടുപേരും കണ്ട കീരിയും പാമ്പും പോലെയല്ലേ ജാനകി? ഹോ, അവർ കീരിയും പാമ്പും പോലെ ആകാനുള്ള കാരണം എന്താണെന്ന് അജയേട്ടൻ അറിയില്ലേ? ആ നയനയുടെ അനിയത്തി നന്ദുവല്ലേ എല്ലാത്തിനും കാരണം. ഇപ്പോഴും അവൾ അനിയെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് അനാമിക മോൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആയിക്കോട്ടെ, അതിപ്പോൾ എന്താ പ്രത്യേകിച്ച് നിനക്ക് മനപ്രയാസപ്പെടാൻ? കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കോളും. അവർ നന്നായിട്ട് ജീവിച്ചോളും ജാനകി. അവരെങ്ങനെയും ജീവിക്കട്ടെ അജയേട്ടാ. പക്ഷേ ഞാനതൊന്നും അല്ല ആലോചിക്കുന്നത്. ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ ആദർശനും നയനയ്ക്കും പോകുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അജയൻ പറയാണ്, എന്താ ജാനകി നീ ഇപ്പം ഈ പറയുന്നത്? സ്വത്തുക്കൾ മുഴുവൻ ആദർശനും നയനയ്ക്കും കൊടുക്കുമെന്ന് അച്ഛനും അമ്മയും നിന്നോട് പറഞ്ഞോ? എന്തിനാ അവരത് പറയുന്നത്? എനിക്കറിയാമല്ലോ.
അല്ലെങ്കിലും ഞാനും ഒന്നും ഇല്ലാത്തിടത്തെയല്ലേ ദരിദ്രവാസി. അതുകൊണ്ട് എനിക്കൊന്നും ഇല്ലായിരിക്കും. അബിയെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മോൻ അനിയെ ഒഴിവാക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇപ്പം ഏടത്തി കൂടി നയനയുടെ സൈഡായപ്പോൾ പിന്നെ ഈ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ പേരിലേക്ക് പോകും. കണ്ടോണം, അച്ഛനും അമ്മയും കൂടെ ഈ സ്വത്തുക്കൾ മുഴുവൻ നയനയുടെ പേരിൽ എഴുതി കൊടുക്കും. പിന്നെ നമ്മളൊക്കെ പുറത്തിറങ്ങേണ്ടി വരും. അവളുടെ കാൽ കീഴിൽ കിടന്ന് ചവിട്ട് കൊള്ളാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും ഉടനെ തന്നെ അജയൻ പറയും, എന്താ നീ പറയുന്നത്? ഈ സ്വത്ത് പണം എന്നുള്ള ആഗ്രഹമൊന്നും നിനക്കില്ലായിരുന്നല്ലോ, ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? അതെ അജയേട്ടാ, ഈ സ്വത്തുക്കളൊക്കെ വീതം വയ്ക്കണം. ഈ അനന്തപുരി തറവാടും ഇവിടുത്തെ കമ്പനികളും എല്ലാം വീതം വയ്ക്കണം. 3ആയിട്ട് വീതം വെച്ചെങ്കിലും എല്ലാവർക്കും കൊടുക്കണം. ആദർശനും നയനയ്ക്കും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ എൻ്റെ മോൻ അനിക്കും കിട്ടണം. അവൻ്റെ ഭാര്യ അനാമികയ്ക്കും ഒരു വില കിട്ടണം. അല്ലാതെ പറ്റില്ല. എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ചേട്ടാ. ഞാനിതെല്ലാം അച്ഛനോട് പറയാൻ പോവാണ്. നീ എന്താ പറഞ്ഞത്? അച്ഛനോട് ഇതെല്ലാം നീ സംസാരിക്കാൻ പോകുന്നെന്നോ? നിനക്ക് നാണമില്ലേ ജാനകി? ഇപ്പം എന്ത് കുറവാണ് ഇവിടെയുള്ളത്? സമയമാകുമ്പോൾ അച്ഛൻ വേണ്ടതെല്ലാം ചെയ്തോളും. ഇനി എപ്പോഴാണ് സമയമാകുന്നത്? അച്ഛനാണെങ്കിൽ ഒരു അസുഖക്കാരൻ. ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറ്റി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യം എങ്ങനെ ആവുമെന്നറിയാവോ? ഏടത്തി തീരുമാനം എടുക്കാൻ പോയാൽ പിന്നെ സ്വന്തം മകന് ഭാര്യയ്ക്ക് ആ തള്ള കൊടുക്കുള്ളൂ. അപ്പോഴേക്ക് ഒറ്റ അടി കൊടുക്കണം അജയൻ കേട്ടോ ജാനകിയെ. അപ്പം ജാനകി ചോദിക്കുക, എന്താ അജയേട്ടാ, എന്തിനാ ഇപ്പം എന്നെ അടിച്ചത്? നീ എന്താ പറയുന്നതെന്ന് ജാനകി, നിനക്ക് വല്ലോ ബോധമുണ്ടോ? സ്വത്ത് പണം, നിന്റെ മകനോടുള്ള അമിത താല്പര്യവും മരുമകളോടുള്ള സ്നേഹവും ഒക്കെ കാരണം നിനക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ആവുന്നുണ്ടല്ലോ. നീ ഇതൊന്നും പോയി അച്ഛനോട് ചോദിക്കാൻ പോകരുത്. അത് അച്ഛന് വല്ലാത്തൊരു ഷോക്കായിട്ട് മാറും കേട്ടോ എന്ന് പറയാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നെ ജാനകിക്ക് ആകെപ്പാടെ വിഷമമായിട്ട് ദേഷ്യവും എല്ലാം ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും കഴിക്കാതെ രാവിലെ ഇരിക്കുന്ന കണ്ടിട്ട് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, ഇന്ന് നീ ഭക്ഷണം കഴിച്ചില്ലേ? വൈകിട്ടും ഭക്ഷണം കഴിക്കാൻ നിന്നെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? അപ്പോൾ ജാനകി പറയാണ്, ഞാനിവിടെ ഭക്ഷണം കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ എന്താ, കഴിക്കേണ്ടവരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, കാണേണ്ടവരെയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, എന്താ നീ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? നീ ഇങ്ങനൊന്നും സംസാരിക്കാറില്ലല്ലോ ജാനകി. ഇപ്പം നിനക്ക് എന്താ പറ്റിയത്? എനിക്കെന്ത് പറ്റാനാ? അച്ഛൻ കണ്ടില്ലേ, നയനയെ ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഏടത്തി ഇന്നലെ, അത് കണ്ടില്ലേ? അപ്പം മുത്തശ്ശൻ പറയാണ്, അത് നല്ല കാര്യമല്ലേ? അവളുടെ മരുമകളെ അവൾ ചേർത്ത് നിർത്തിയില്ലേ പിന്നെ ആര് ചേർത്ത് നിർത്താനാ? അത് ചെയ്യേണ്ട കാര്യമല്ലേ? അതല്ലേ ദേവയാനി ചെയ്തോളൂ. പിന്നെ ചെയ്യേണ്ട കാര്യം ഇത്രയും നാളും അകറ്റി നിർത്തിയിട്ട് ഇപ്പം പെട്ടെന്ന് ചേർത്ത് നിർത്തിയതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അവർക്ക് കമ്പനിയിലെ ചീഫ് ഡിസൈനർ പദവി കൊടുക്കുന്നു, അവാർഡ് വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നെ അതുപോരാതെ ആദർശ കമ്പനികളുടെ MD. എൻ്റെ മോൻ എനിക്ക് എന്തുണ്ട്? ഒന്നുമില്ല, ഒന്നും കൊടുക്കുന്നില്ല. അവൻ്റെ ഭാര്യ അനാമികയ്ക്ക് ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ വില പോലും ആരും കൊടുക്കുന്നില്ല. ഇതൊക്കെ എന്താ അച്ഛാ? എനിക്ക് കിട്ടണം. ഈ അനന്തപുരി തറവാടിൻ്റെ വീതവും അതുപോലെ ഇവിടുത്തെ കമ്പനികളുടെ വീതവും എല്ലാം തുല്യമായിട്ട് വീതിച്ച് അതിലൊരു വീതം അനിക്കും അനാമികയ്ക്കും കിട്ടണം. അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ കുട്ടികളെ അങ്ങനെ വഴിയാധാരാക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മുത്തശ്ശൻ പറയാണ്, ഓഹോ, അപ്പം ജാനകി നീ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. നിനക്കിപ്പോൾ ഇത് 3ആയിട്ട് വീതിച്ച് ഒരു വീതം കിട്ടണമെന്നാണ് പറയുന്നത് അല്ലേ? അതെ, എനിക്ക് കിട്ടണം. ഇത്രയും നാളും അച്ഛനോടും അമ്മയോടും ഉള്ള ബഹുമാനം കൊണ്ടാണ് ഞാനിതൊന്നും ചോദിക്കാതിരുന്നത്. ഇനി ഇത് ചോദിക്കാതിരുന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാവും, അവർക്കൊന്നും ഇല്ലാതാവും. അതൊന്നും നോക്കി നിന്ന് കണ്ടു സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഓഹോ, അപ്പം നിനക്കും അന്ധത ബാധിച്ചിരിക്കുകയാണ്. ആരാ ജാനകി നിന്നെ ഇളക്കി വിട്ടത്? ഇവള് ഈ ജലജയാണോ? അപ്പം ജലജ പറയാണ്, ഞാനെന്തിനാ ഇളക്കി വിടുന്നത്? എനിക്കും മകനും ഒന്നും തരില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഞാനതുകൊണ്ടാണ് ഒരു കാര്യങ്ങളും ചോദിക്കാത്തത്. അപ്പം മുത്തശ്ശൻ പറയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? ഇവിടെ ഇപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഈ എന്തിൻ്റെ കുറവാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? എന്നിട്ടിപ്പം സ്വത്ത് വീതം വയ്ക്കണമെന്നും പറഞ്ഞ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ അങ്ങ് മാറിപ്പോയല്ലോ. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ അനന്തപുരി തറവാടിനെക്കുറിച്ചും അനന്തമൂർത്തിയുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് നല്ല അഭിമാനമായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കിട്ടി കേട്ടോ. അച്ഛന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മുത്തശ്ശന് ഒരു നെഞ്ചുവേദന പോലെ വരികയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ അവിടെ അങ്ങ് പെടഞ്ഞ് വീഴുകയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, നെഞ്ചുവേദന വന്ന മുത്തശ്ശനെ എടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോഴേക്കും അജയും വന്നിട്ട് പറയുന്നുണ്ട്, ജാനകി നീ പറഞ്ഞത് കൂടിപ്പോയി, അച്ഛനത് താങ്ങാനുള്ള ശക്തി ഉണ്ടായില്ല. നീ കൂടി നേരെ നിന്ന് ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് അച്ഛനിപ്പോൾ ഇങ്ങനെ ആയത് എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അബോധാവസ്ഥയിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ.
നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്